ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒഡീഷയിലെ പുരി എന്ന് പറയുന്ന നഗരത്തിൽ സ്ഥിതി ചെയ്യണ ജഗന്നാഥ സ്വാമി ടെമ്പിളിലാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ സമയവും നിറയെ വിശ്വാസികളുടെ തിരക്കുകൾ നമുക്കിവിടെ വരുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. രാവിലെ ആണെങ്കിലും ഉച്ചയാണെങ്കിലും രാത്രിയാണെങ്കിലും എല്ലാ സമയവും നിറയെ വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുരിയിലെ മെയിനായിട്ടുള്ള ഒരു ടെമ്പിൾ തന്നെയാണ് ഈ ജഗന്നാഥ ടെമ്പിൾ. അതുപോലെ തന്നെ ഇവിടെ നടത്തപ്പെടുന്ന രഥയാത്ര എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആചാരം തന്നെയാണ്. ഉത്സവ സമയങ്ങളിൽ ഈ കാണുന്ന രഥങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഈ ഇവിടുത്തെ നഗരത്തിലൂടെ മൊത്തത്തിലുള്ള ഒരു രഥയാത്രയൊക്കെ നടക്കാറുണ്ട്. ആ സമയങ്ങളിലെല്ലാം വളരെ തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെല്ലാം ആ രഥയാത്ര കാണാനായിട്ട് ഇവിടെ എത്തിപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ പുരി നഗരത്തിൻ്റെ 3/4% നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ഒരു ടെമ്പിൾ തന്നെയാണ് ഈ പുരി ജഗന്നാഥ ടെമ്പിൾ. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളുടെ മെയിൻ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഭക്തരിൽ നിന്ന് വരുന്ന വരുമാനങ്ങൾ തന്നെയാണ്. ചെറിയ രീതിയിലെ കടകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോം സ്റ്റേകളും അതുകൂടാതെ തന്നെ ചെറിയ നല്ല രീതിയിൽ കുറേ കരകൗശല വസ്തുക്കളെല്ലാം നിറഞ്ഞ കുറേ കടകളും എല്ലാം നമുക്ക് ഈ ടെമ്പിളിൻ്റെ പരിസരത്തായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ ഉപജീവന മാർഗം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ടെമ്പിളിൽ വരുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ കൺസ്ട്രക്ഷൻസ് എല്ലാം പണിത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്ന കുടിവെള്ളമാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ ടാപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10-20 ടാപ്പുകളൊക്കെ തന്നെ ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗാർഡൻസ് ആണെങ്കിലും ഗാർഡൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ പണിത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് എല്ലാം അവർ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ശാന്തതയോടുകൂടി കൂടിയ ഒരു അമ്പലം തന്നെയാണിത്. ഇവിടുത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ 12-ാം നൂറ്റാണ്ടിൽ ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളായ അനന്തവർമ്മനാണ് പുരിയിൽ പുരുഷോത്തമ ജഗന്നാഥൻ്റെ പേരിലൊരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ 13-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചത്. ഇവിടെയൊക്കെ നല്ല രസമാണ്. കുറേ നേരമൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയതായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ബാക്കിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ ഒരു കുടിൽ പോലെ പണിതേക്കണ ഓരോ ബിൽഡിങ്ങുകളിലാണ്. ഇപ്പോൾ ഇവിടെ മൊബൈലും അതുപോലെ തന്നെ നമ്മുടെ ബാഗെല്ലാം ചെരുപ്പും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്ന എല്ലാ വാഷ്റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഈ സൈഡിലോട്ടാണ് നമ്മളുടെ ഷൂവും അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സ് മൊബൈലുകളെല്ലാം നമ്മൾക്കിവിടെ ലോക്കറിൽ ഫ്രീ ആയിട്ട് തന്നെ ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ബോർഡ് കാണാൻ വേണ്ടി സാധിക്കണമെന്ന് പറഞ്ഞാൽ പുകവലി പാടില്ല, ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി പാടില്ല, ഇവിടുത്തെ ഗാർഡനിൽ നിന്ന് ചെടികളൊന്നും പറിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളിൽ ഇതേപോലെയുള്ള പല പല ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്. നല്ലൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇപ്പോൾ ജഗന്നാഥ ടെമ്പിൾ തീർത്തേക്കുന്നത്. അപ്പോൾ മൊത്തം ഒരു റൗണ്ടായിട്ട് തന്നെ അമ്പലത്തിൻ്റെ ചുറ്റിനും നമ്മൾ നടക്കാൻ നേരത്ത് ഈ ഗോപുരം കാണാനായിട്ട് ഭയങ്കര നല്ല രസം തന്നെയാണ്. അപ്പോൾ ഏത് ഭാഗത്തുനിന്ന് ഈ ഗോപുരം നോക്കിയാലും ഗോപുരം നല്ല ഒരു അട്രാക്ഷനോടുകൂടി തന്നെയാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണാൻ വേണ്ടി സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേസ്റ്റ് ബിന്നുകളാണ്. വേസ്റ്റ് ബിന്നുകളാണെങ്കിൽ പോലും എല്ലാം കല്ലിലാണ് പണി തീർത്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വഴിയെല്ലാം നടക്കാൻ നേരത്ത് നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശാന്തതയും അതുപോലെ തന്നെ വളരെ നല്ല വൃത്തിയോടുകൂടി കൂടിയതുമായിട്ടുള്ള ചുറ്റുപാടാണ് നമുക്ക് ഈ അമ്പലത്തിൽ മൊത്തം നടക്കാൻ നേരത്തെല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നത്. പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും വളരെ നല്ല തിരക്ക് നമുക്ക് അനുഭവപ്പെടുമെങ്കിലും അകത്ത് കയറാൻ നേരത്ത് വളരെ നല്ല ശാന്തതയോടുകൂടി തന്നെ ഗോപുരം കാണുമ്പോഴാണെങ്കിലും നമുക്കൊരു പ്രത്യേക ഫീൽ തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ള കോമ്പൗണ്ടുകളിൽ നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ എല്ലാ പോസ്റ്റിലും CCTV ക്യാമറകളും വന്നിട്ടുണ്ട്. കുറേ എല്ലാ ഗേറ്റിലും കുറേ സെക്യൂരിറ്റികളും അതോടൊപ്പം തന്നെ പോലീസുകളാണെങ്കിലും ഇവിടെ നിറയെ എല്ലാ സമയവും വർക്ക് ചെയ്യും. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ പുറകിലെ വശത്ത് നമ്മളിപ്പോൾ കുട്ടൂസനെ വെച്ചേക്കുന്ന സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ക്ഷേത്രവും കൂടി ഉണ്ട്. അത് താഴത്തോട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴെയായിട്ടാണ് ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കുട്ടൂസനെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തൊട്ട് സൈഡിൽ തന്നെയാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് പോയത്. അങ്ങനെ നമ്മൾ പൂരി ജഗന്നാഥ മന്ദിറിൻ്റെ ആ പുറത്തൂടെയുള്ള വഴിയിലൂടെ സൈക്കിൾ ചവിട്ടി കറങ്ങി കിടക്കുന്നത്. അപ്പോൾ രമേശിന് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പം കോണാർക്കിലേക്കും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും രമേശും കൂടി ആയിരിക്കും കോണാർക്ക് ടെമ്പിളിലും അതുപോലെ തന്നെ കോണാർക്ക് ബീച്ചിലോട്ടൊക്കെ പോണത്. നമ്മളിപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെ പൂരി ബീച്ചുണ്ട്. ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണേന് നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് റൂമിൽ വെച്ചിട്ട് റൂമിൽ നിന്നാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുട്ടൂസനെ കണ്ടിട്ട് എല്ലാവരും വിളിച്ചു നിർത്തിയിട്ടൊക്കെ സംസാരിച്ച് കുട്ടൂസനിൽ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൽ നിന്നാന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് ഇത്രയും ദൂരം ഈ സൈക്കിളായിട്ടാണ് വന്നതെന്നൊക്കെ ചോദിച്ച് പിന്നെ സംസാരിച്ച് കഴിയുമ്പോഴാണ് എല്ലാവർക്കും സൈക്കിൾ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കുട്ടൂസൻ എല്ലാവർക്കും എന്താണെന്ന് അറിയാൻ പാടില്ല, പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ രമേശ് ഉണ്ട്, അവൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുള്ള് റോഡ് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു സൈക്കിളാണ്. എന്നാൽ കൂടി എല്ലാവരും അവനോട് സൈക്കിളിൻ്റെ കാര്യമൊന്നും ചോദിക്കാണ്ട് നമ്മളോട് വന്നിട്ട് ഈ സൈക്കിളിൽ അടിപൊളിയാണല്ലേ, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സൈക്കിൾ യാത്ര ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് കുറേ പേരായി ഇപ്പോൾ പറയണം. എന്താണെന്ന് അറിയാൻ പാടില്ല, കുട്ടൂസന് ഫാൻസ് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏകദേശം തിരിച്ച് പുറത്തുകൂടി കുട്ടൂസനായിട്ട് മന്ദിറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് ബീച്ചിലോട്ട് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് റൈറ്റിലോട്ട് പോയി. ഇവിടെ ഭയങ്കര നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ പുരിയിലെ ആൾക്കാരുടെ മെയിൻ ഒരു ഉപജീവന മാർഗം തന്നെയാണ് ഇവിടുത്തെ ജഗന്നാഥ ടെമ്പിള്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ഓരോ ഭക്തരിൽ നിന്ന് എല്ലാ കച്ചവടങ്ങളും അപ്പോൾ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുകയാണ് പുരിയിലെ ബീച്ചിലേക്ക് പോകാനായിട്ടുള്ള ഉള്ളിലുള്ള വഴിയാണ് കേട്ടോ. നമ്മൾ പരമാവധി പുറത്തോട്ടുള്ള വേറൊരു വഴിയുണ്ട്, ആ വഴി പോകണമെങ്കിലും നമ്മൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് കറങ്ങി വേണം പുരി ബീച്ചിലോട്ട് ഇപ്പോൾ കാറിലൊക്കെ വന്നവരാണെങ്കിൽ എത്തിപ്പെടാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഉള്ളുവഴികൾ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവിതങ്ങളും അതുപോലെയുള്ള പുതിയ പുതിയ കുറേ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളിലെ വഴി തന്നെയാണ് ചൂസ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ നല്ല ശാന്തതയോടുകൂടി തന്നെയാണ് നമ്മളോട് പെരുമാറുന്നത്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുമെങ്കിലും ആൾക്കാരുടെ സ്വഭാവം നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്ന കൊണ്ടിട്ട് നമുക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ വന്ന വഴിക്ക് ഇവിടെ ഒരു സീറ്റിൻ്റെ കട കണ്ടിട്ടുണ്ടായി. അപ്പോൾ ആ സീറ്റിൻ്റെ കടയിൽ കയറിയിട്ട് നമ്മുടെ കുട്ടൂസന് സീറ്റ് ഇതുവരെ കവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ബാംഗ്ലൂരിൽ നിന്ന് മാറ്റിയതാണ് ഈ സീറ്റ്. അപ്പോൾ സീറ്റിന് ഇതുവരെ ഞാൻ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോഴേക്കും ബാംഗ്ലൂരിലെ ആ കടയിൽ സീറ്റിൻ്റെ കവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പോണ വഴിക്ക് മാറ്റാമെന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ കാര്യം വിട്ടുപോയി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സീറ്റിനകത്ത് ഒരു കവറൊക്കെ ഇട്ട് നല്ല കുഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള യാത്ര നല്ല സിമ്പിളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ കുട്ടൂസന് പുതിയ സീറ്റ് കവറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി സൈക്കിൾ ഔട്ടാൻ നേരത്ത് കുറച്ചൊക്കെ ഒരാശ്വാസം കൂടും.
കുറച്ച് നേരം കൂടി റിലാക്സ് ആയിട്ട് ചവിട്ടി പോകാൻ വേണ്ടി പറ്റും. നേരത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ചവിട്ടുമ്പോൾ നമുക്ക് ബാക്ക് വേദനെടുക്കാൻ നേരത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിന്നൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ കടയിൽ നിന്നാണ് നമ്മൾ സീറ്റ് കവർ ഇപ്പോൾ മാറിയത്. ഇപ്പോൾ ഈ ചേട്ടനാണ് നമുക്ക് എല്ലാം ശരിയാക്കിയല്ല നമ്മൾ. അപ്പോൾ എന്തായാലും വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ഒന്നാം ശിവ എന്നാണ് ഒരു ചേട്ടൻ ഇവിടെ തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പൂരി ജഗന്നാഥ മന്ദിറിൽ നിന്ന് ബീച്ചിലോട്ട് പോകണ വഴിയാണ് കേട്ടോ. ബീച്ചിലേക്ക് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഈ സീറ്റ് കവർ കണ്ടപ്പോഴേക്കും ഇന്ന് എന്തായാലും നമ്മൾ ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചപ്പോഴേക്കും ഇവിടെ നിന്ന് ചെയ്താണ്. ഇനി നമുക്ക് നമ്പർ പ്ലേറ്റ് കടയിൽ പോയിട്ട് ഒരു സ്റ്റിക്കറും കൂടി അടിക്കണം, ഫ്രണ്ടിൽ കേരള എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം തീരുന്നതായി. അങ്ങനെ നമ്മൾ 6 റോട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ബീച്ചിലോട്ടുള്ള വഴി എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്ക് തന്നെയാണ് ഈ ബീച്ചിൻ്റെ ഭാഗത്ത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തോ കുറേ ഓഫീസുകളൊക്കെ ഉണ്ട് പുരിയിലെ. അപ്പോൾ അതിൻ്റെ തിരക്കും പിന്നെ ബീച്ചിൽ തന്നെ ടൂറിസ്റ്റ് ആൾക്കാരുടെ തിരക്കും. പുരി ജഗന്നാഥ മന്ദിറിൽ തന്നെ എല്ലാവരും ഇവിടെയും വരും. അത് ഇവിടെ റൈറ്റ് സൈഡ് കാണുന്നത് കോട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഈ തിരക്ക് കാണുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പുരി ബാർ അസോസിയേഷൻ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ കുറേ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നല്ല തിരക്ക് ആ ഭാഗത്തുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് നമ്മൾ നേരെ പോകണമെന്ന് പറഞ്ഞാൽ ബീച്ചിലോട്ടാണ്. ബീച്ചെത്തും. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ എൻട്രൻസ് ആയിട്ടുള്ള റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. സീ ബീച്ച് റൈറ്റ് സൈഡിലേക്ക് 300 മീറ്റർ. ലെഫ്റ്റ് സൈഡിലാണ് ബീച്ച് കാണുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് വഴി പോയിട്ട് അവിടെ പാർക്കിംഗ് ആണ്. അവിടെ വണ്ടികളൊക്കെ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബീച്ചിലോട്ട് പോവാം. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ വെറുതെ ഹോണിനകത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് പോകണേ. വെറുതെ ഫ്രണ്ടിൽ ആരും ഇല്ലെങ്കിൽ പോലും ഫുള്ള് ഇങ്ങനെ ഹോൺ അടിച്ചിട്ടാണ് എല്ലാവരും. വേണ്ട അങ്ങനെ ബീച്ചിലോട്ടുള്ള വഴി കയറിയപ്പോഴേക്കും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു വലിയ ബീച്ച് തന്നെ ഉണ്ടോ. ഇവിടെ നിറയെ ടൂറിസ്റ്റ് ആൾക്കാരുകളും അതുപോലെ തന്നെ ഇവിടെ താമസിക്കാനാണെങ്കിൽ കുറേ ഹോട്ടലുകൾ, ബീച്ച് റിസോർട്ടുകളെല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അമ്പലത്തിൽ തന്നെ അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ സൈഡിലോട്ട് വന്നിട്ടാണ് റൂംസൊക്കെ എടുക്കണത്. എന്നിട്ട് ഇവിടെ നിന്ന് ബീച്ച് വ്യൂ ഒക്കെ കണ്ട് റൂമൊക്കെ എടുത്ത് ഇവിടെ ആസ്വദിച്ചിട്ട് ഇവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ ജഗന്നാഥ ടെമ്പിളിലേക്ക്. ആ വഴിയാണെങ്കിൽ കുറേ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ നടന്ന് പോയിക്കൊണ്ട് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ട് കുട്ടൂസനെയും അതുപോലെ തന്നെ രമേശിൻ്റെ സൈക്കിളും കൂടി നമ്മൾ ഒരുമിച്ച് ചെയിനൊക്കെ ഇട്ട് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണ്. ഇവിടെ വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല. പുറത്തിൽ എല്ലായിടത്തും ഇങ്ങനെ പോലീസ് വാച്ച് ടവർ എന്ന് പറഞ്ഞിട്ട് കുറേ ടവറുകൾ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലായിടത്തു നിന്നും അവർ വാച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്യാമറയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ക്യാമറയൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ നേരത്തെ കണ്ടപ്പോൾ ഒരു ചേട്ടനോ കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ബീച്ചിലേക്ക് ഇറങ്ങാം. ബീച്ചിലോട്ട് പോകണ വഴി എന്ന് പറഞ്ഞാൽ അതായത് കുറേ ഇങ്ങനെ നീണ്ടു കിടക്കണം. ആ അറ്റം മുതൽ ഇങ്ങനെ വന്നിട്ട് ആ അറ്റം വരെ ഫുള്ള് ബീച്ച്. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട്, കുറേ കടകൾ, പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയ ചെറിയ ഷെഡുകളെല്ലാം അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ കണ്ട അടുത്തൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിൽ ഒട്ടകത്തിൻ്റെ പൊക്കത്തൂടി നമുക്ക് സവാരി നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ കുറേ ഒട്ടകങ്ങളെ കൊണ്ടുള്ള കുറേ ആൾക്കാരുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഒട്ടകത്തിനെ കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇയാളിങ്ങനെ നടക്കുന്നുണ്ട് ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പൊക്കത്ത് കയറ്റി ഇരുത്തിയിട്ട് ഈ ബീച്ചിൻ്റെ ഓരോ അറ്റത്തോട്ടും. ഒട്ടകം മാത്രമല്ല കേട്ടോ, കുതിരയുണ്ട്. അപ്പോൾ ഒട്ടകങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണതാണ്. ഒട്ടകങ്ങളല്ല, ഒട്ടകത്തിൻ്റെ ആ കൊണ്ടു കിടക്കുന്ന ആൾക്കാർ. ഒട്ടകങ്ങൾ റെസ്റ്റ് എടുക്കാൻ നേരത്തെ அவங்க നിങ്ങൾക്ക് അത്ര സന്തോഷം എന്ന് പറഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ അവരെയും ചുമന്ന് ഈ ബീച്ചിൽ കൂടി മൊത്തം ഇങ്ങനെ നടന്ന് തിരിച്ച് ഏകദേശം ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കയറണമെങ്കിൽ ആ അറ്റം വരെയൊക്കെ പോയിട്ട്
അവിടെ നിന്ന് റൗണ്ട് അടിച്ച് നേരെ തിരിച്ച് നമ്മളെ ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കും. അതിനാണ് ഏകദേശം 200 രൂപയൊക്കെ പറയണത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ളൊരു ബീച്ച് തന്നെയാണ്. എല്ലാവരും നല്ല ദൂരത്തോട്ട് തന്നെ നമുക്ക് ഏകദേശം അവിടേക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് കുളിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ മൊത്തം ആൾക്കാർ ഇറങ്ങി കുളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സെല്ലാം മാറ്റി പിന്നെ ഇറങ്ങുമ്പോഴേക്കും ഇപ്പോൾ ഒന്നാമത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോപ്രോ ആണ്, അപ്പോൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അത് കാരണം പിന്നെ ക്യാമറ വെച്ചിട്ട് നമുക്ക് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷനും വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബീച്ച് കണ്ട് ആസ്വദിച്ചിട്ട് ഇനി തിരിച്ച് ഓട്ടോകം ഇവിടെ ഏണിയൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണ് അടുത്ത ആളെ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ആളെ കിട്ടാൻ നേരത്ത് ഇതുപോലെ ഏണിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഏണി കൂടി വേണം പൊക്കത്ത് കയറാനായിട്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. തന്നെ ഓക്കെ. ഒന്നും അറിയാണ്ട് ഒരുത്തൻ കിടന്ന് ഉറങ്ങണുണ്ട് ഇവിടെ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. പെട്ടെന്ന് പേടിച്ചു വിടാൻ നോക്കിയപ്പോഴേക്കാണ് നല്ല ഉറക്കമാണ് ആശ. അങ്ങനെ ബീച്ചിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണതാണ്. പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് കാണുന്ന കാഴ്ച വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. വലിയ വലിയ റിസോർട്ടുകളാണ് നമ്മൾ നേരെ കാണുമ്പോൾ തന്നെ ബീച്ചിൻ്റെ ഫേസ് ചെയ്തിട്ട് പണിതേക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ കാണുന്ന വിക്ടോറിയ 1907 എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ് ഹോട്ടലാണ്. അത് ലക്ഷറി സെറ്റപ്പിലുള്ള ഒരു ഹോട്ടലാണ്. അതുപോലെ തന്നെ അങ്ങോട്ടേക്കുണ്ട്. അപ്പോൾ ഇതെന്തായാലും കൊള്ളാം. വിക്ടോറിയ ക്ലബ് ഹോട്ടൽ കാണാനൊക്കെ നല്ല രസമുണ്ട്. അതിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ട് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ബീച്ചാണ്. പിന്നെ അതുപോലെ തന്നെ വേറെയും കുറേ വലിയ വലിയ ഹോട്ടൽ സെറ്റപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാൽ കൂടി ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ റൂംസിനും വലിയ ബാൽക്കണി തന്നെ നേരെ ബീച്ച് വ്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ എന്തായാലും ഇതിനകത്തൊന്നും വന്ന് റൂം വന്നെടുക്കാനായിട്ടൊന്നും സാധിക്കില്ല. ഇതേപോലെയൊക്കെ കണ്ടാസ്വദിക്കാൻ മാത്രമേ നമുക്കളെ കൊണ്ടൊക്കെ സാധിക്കൂ. അങ്ങനെ നമ്മൾ തിരിച്ച് കുട്ടൂസൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടൂസനെ എടുത്തിട്ട് നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. റൂമിലേക്ക് പോകണ വഴിക്ക് നമുക്കിനി നമ്പർ പ്ലേറ്റ് അവിടെ കിട്ടുകയാണെങ്കിൽ ഒരു ബോർഡും കൂടി അടിക്കണം, ഫ്രണ്ടിൽ കേരള എന്ന് പറഞ്ഞിട്ട്. അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വേണം റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ പുരിയിൽ വന്നു കഴിയുമ്പോൾ മെയിനായിട്ട് ഇവിടെ കാണുന്ന ഒരു ഡിഷാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഡിഷ് തന്നെയാണ്, സ്വീറ്റ്സാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എന്തായാലും മേടിച്ച് ട്രൈ ചെയ്യാമെന്ന് വെച്ച്. ഇതിൻ്റെ 1 കിലോ എന്ന് പറയണത് 150, അതുപോലെ തന്നെ അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന 170 ആണ്. നമ്മളിതിപ്പോൾ ഒരു 250 ഗ്രാംസ് മേടിച്ചിട്ടുണ്ട്. ഓ ഭായ് സാബ് ഉസ്കാ നാം ക്യാ ഹൈ? കജ. അപ്പോൾ ഇത് ഇവിടുത്തെ മെയിൻ ഡിഷാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്ന് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കാനുള്ള കലക്കി ഇവിടെ വിരിക്കാൻ വേണ്ടി വന്നേക്കണായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടുന്ന് നേരെ നമ്മൾ ജഗന്നാഥ സ്വാമി ക്ഷേത്രം, അതിൻ്റെ പൊക്കത്ത് ഇപ്പോൾ 2 ആൾക്കാരെ കാണാൻ വേണ്ടി സാധിക്കും. അവർ അതിൻ്റെ ഫ്ലാഗ് അവിടുത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുകളിൽ കാണുന്ന റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് മാറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ താഴെ കുറേ ചെറിയ ഫ്ലാഗുകൾ, അത് ഓരോ ആൾക്കാർ ഓരോ ദിവസവും കൊടുക്കുന്ന ഫ്ലാഗുകളൊക്കെയാണ്. അപ്പോൾ അത് നേരെ പൊക്കത്ത് കൊണ്ടുവന്നിട്ട് രാവിലെ വെക്കണതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 5 മണിയായിട്ടുണ്ട്. അപ്പോൾ 5 മണിയൊക്കെ ആവാൻ നേരത്ത് അവരത് മൊത്തം അഴിച്ച് മാറ്റി ഓടുന്നത്. 4-5 മെമ്പേഴ്സ് ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യണ ബിൽഡിങ്ങിൻ്റെ പൊക്കത്തുനിന്ന് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ പുരി നഗരമാണ് നമ്മളിപ്പോൾ ഈ കണ്ടിരിക്കണത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ തന്നെ മേലിൽ ശ്രീ ജഗന്നാഥ സ്വാമി ക്ഷേത്രം നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഓൺലി ഓഷോ ऊपर फ्लैग कब चेंज करते हैं? वो एक आदमी पर ఎక్కుతున్నాడు ఒక తన అయితే పైనకి. ఆ
అసలు అన్నీ 11వ శతాబ్దంలో ఈ గుడి నిర్మాణం అయితే చేసారు. అప్పటి నుంచి ఆ పైనున్న ఆ, అదైతే ఖరాబ్ కాలేదా మరి?